എല്ലാവർക്കും കേശുവിന്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ സമയം ഇപ്പൊ 5:30 മണിയാണ് ആയിട്ടുള്ളത്. രാവിലെ എഴുന്നേറ്റ് തൂത്തൊക്കെ വാരി വിളക്കെല്ലാം കത്തിച്ച് ആ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോ രാവിലെ നമുക്കൊരു ഫോട്ടോഷൂട്ട് ഉണ്ട്, വിഷുവിന്റെ. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളിലാണ് ഇന്നിപ്പോ ഞങ്ങൾ എല്ലാവരും. അപ്പോൾ അതിനുള്ള കോസ്റ്റ്യൂം വേണം. ഇതിപ്പോ നമ്മൾ ഫോട്ടോഷൂട്ടിനായിട്ട് സെപ്പറേറ്റ് ഡ്രസ്സൊന്നും എടുത്തില്ല. മോന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എടുത്ത ഡ്രസ്സാണ്. അപ്പൊ അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിയതായിരുന്നു. ഇതിലാവുമ്പോൾ ചേട്ടൻ്റെ ഷർട്ടിലും കൃഷ്ണനുണ്ട്, എൻ്റെ സാരിയിലും കൃഷ്ണനുണ്ട്. അപ്പോൾ പിന്നെ ഇത് തന്നെ മതിയെന്ന് വിചാരിച്ച്. അപ്പോൾ ഇനി അതിനുള്ള കുറച്ചൊരുക്ക് സാരിക്ക് ഉള്ള കോസ്റ്റ്യൂംസ് ഒക്കെയാണ് ഇതെല്ലാം. നമ്മളെല്ലാവരും ഫോട്ടോഷൂട്ടും ഉണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ രാവിലെ 7 മണി തൊട്ട് 9 മണി വരെയാണ് സമയം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ രാവിലെ ആവുമ്പോൾ മുഖമൊക്കെ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വയ്യ. ഉറക്കം പിച്ചിൽ നമ്മൾ ഫേസ് ചിലപ്പോൾ നല്ല ഇതായിട്ടിരിക്കണമെന്നില്ലല്ലോ. ഇതാണ് എൻ്റെ കമ്മൽ. പിള്ളേരൊന്നും എഴുന്നേറ്റില്ല, ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വരണതേ ഉള്ളൂ. ഞങ്ങളിതാ ഫോട്ടോഷൂട്ടിനായിട്ട് എല്ലാവരും ഉരുളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ വെച്ചാണ് ഫോട്ടോഷൂട്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോണതാണ്. അവിടെ പോയിട്ടാണ് ഇനി ഒരുങ്ങലും കാര്യങ്ങളും എല്ലാം. കേശുക്കുട്ടാ കണ്ട, കേശുവിന്റെ കോസ്റ്റ്യൂം ഇതാണ് കേശു നിന്റെ കോസ്റ്റ്യൂം. കേശുക്കുട്ടാ ഇതുണ്ട്, എല്ലാവരും വരണതേ ഉള്ളൂ. അപ്പൊ ഇനിയും വീട്ടിൽ പോയിട്ട് വേണം ഇറങ്ങരുത്, വീട്ടിൽ പോയിട്ട് ഒരുങ്ങി 7 മണി തൊട്ടാണ് ഫോട്ടോഷൂട്ട്. അപ്പോൾ ഇതാ അതിൻ്റെ ഉള്ള സാധന സാമഗ്രികളൊക്കെ എല്ലാം ആയിട്ട് ഞങ്ങളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉരുളി ഒന്ന് കഴുകിയിട്ട് നമുക്ക് വിഷുക്കണി ഒരുക്കണം, അതാണ് അടുത്ത പരിപാടി. അപ്പൊ ഈ ഉരുളിയൊക്കെ നമ്മൾ വിഷുവിന് മാത്രമല്ലേ എടുക്കുള്ളൂ. എടുത്തിട്ട് അത്രയും കറുവല് പിടിച്ചിരിക്കുകയാണ്, അതിനെ ഒന്ന് കഴുകി എടുക്കാം. ഉരുളി ഒരുവിധം തേച്ച് വെച്ച് ഇനി അത് മതി തൽക്കാലത്തേക്ക്. ഇനി അതിൽ നമുക്ക് കണി ഒരുക്കണം, അതാണ് അടുത്ത പരിപാടി. ഇവിടെയൊക്കെ നല്ല വെളുത്തിട്ടുണ്ട്. ഇനി പീതാമ്പരിപ്പൊടി ഉണ്ടെങ്കിൽ നല്ലതുപോലെ ഒന്നും വെളുത്ത് കിട്ടുള്ളൂ. ഇപ്പൊ തൽക്കാലം ഒരു ഷോയ്ക്ക് വേണ്ടിയുള്ള കണിയല്ലേ, അപ്പൊ ഇതൊക്കെ മതിയെന്ന് വിചാരിച്ചു. ഇതാ ന്യൂസ് പേപ്പർ വെച്ച് ഇതിനെ ഒന്ന് ആദ്യം ഫില്ല് ചെയ്തിട്ട് അതിന്റെ മുകളിൽ മാത്രം ഒരു ഷോ കണി വെക്കാം. അല്ലാതെ വേറെ സാധനങ്ങളൊന്നും വാങ്ങിയില്ല. ന്യൂസ് പേപ്പർ വെച്ച് കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ നിന്നൊരു ചക്ക അടക്കണം. ചക്ക എടുത്ത് ഒരു കണിവെള്ളരിയുണ്ട്. പിന്നെ ബാക്കിയൊക്കെ ഉണ്ട് നമ്മുടെ കൂവളത്തിന്റെ കായൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ബാക്കി കണിക്കൊന്നേ. അപ്പോൾ പേപ്പർ ഫില്ലാക്കി. വാ അമ്മ ഒരു പിച്ചാത്തി എന്നാണ് ഒരു ചക്ക അടക്കം. എവിടാ ഇത് തന്നെ? ഇത് മുറിയോ? ഇതടക്ക. ഈ ഒരു ചക്ക അടക്ക. ഇത് കേശു അടിച്ചടിച്ച് നിർത്തിയിരിക്കുകയാണ്. ചക്കര കറ പോണില്ല. അച്ഛാ കണിക്കൊന്ന് എടുക്കാൻ വരട്ടെ, ഞാനും കൂടെ വരട്ടെ. വാ 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 വാ. ഇനി കണിക്കൊന്നപ്പൂ എടുക്കാം. അച്ഛാ എടുക്കല്ലേ, കണിക്കൊന്നപ്പൂ തോന വേണേ. എങ്ങനെ എടുക്കണത്? നിറച്ച് കൊന്നപ്പൂ നിൽക്കുകയാണ്. ഏണി ഉണ്ടോ അച്ഛാ? ഏണി അയ്യോ, ഞാൻ ഇവിടെ കയറി എടുത്തു. ഏണിയില്ലേ, സ്റ്റൂളുണ്ട്, ആ കസേര ഇട്ട് കയറാം. കണിക്കൊന്ന പൂ എല്ലാം മുകളിലാണ്. അച്ഛൻ 2 കസേര ഒരുമിച്ചിട്ടാ. നിറയെ പൂവുണ്ട്, പക്ഷെ അത് ആ ഒരു കൊമ്പിങ് കിട്ടാമെങ്കിൽ ഞാൻ കയറാം. ഇനി വന്ന് വീഴണമെങ്കിൽ ഞാൻ വന്ന് ഫോട്ടോഷൂട്ട് എടുക്കാൻ പറഞ്ഞിട്ടാണ് വീണത്.
വെച്ചാ ആ കൊണ്ടയോടെ എടുക്കണേ വെച്ചാ അതല്ലേ അത് കിട്ടൂല അത്രയും കൊഴിഞ്ഞു പോണം. അയ്യോ അത്രയും പുളിയെറുമ്പ്. നിങ്ങൾ അച്ഛനെ ഉറുമ്പ് ശരിയാക്കി. അല്ല അത് വിഷുവിന് നിൽക്കൂല അമ്മ, അത് കൊഴിയും. ഞാൻ ഇത് പിടിച്ചാണ് ഞാടെ അച്ഛനെ ഉറുമ്പ് അടിച്ച്. ഞാൻ അച്ഛൻ താണ്ട് ഇതും കൂടെ എടുക്കട്ട്. വേറെ ഒന്നും എടുക്കാൻ പറ്റുമോ? ഞാൻ മീൻ കറമന്നാ നോക്കി. ഇത് മതിയല്ലേ? നമുക്ക് എല്ലാവർക്കും കയ്യിൽ കണിയിലും വെക്കണം, കയ്യിലും ഒക്കെ വെക്കണം. പിടിച്ചാണ് അതും കൂടെ ഞാൻ എടുക്കട്ടെ. അല്ല അത് പറ്റൂല. പിടിച്ചോണേ വെച്ചാ വേണ്ട ഇത് അത് ഒടിഞ്ഞിരിക്കായിരുന്നു. ഇത് കിട്ടൂലല്ലേ? കണ്ട കിട്ടൂല എന്ന് പറഞ്ഞു ഒന്നിനെയും തള്ളിക്കളയരുത്. അപ്പൊ ഇത്രയും കൊന്നപ്പൂ കിട്ടി. വെള്ളം അല്ലേ മക്കളെ? വാ ഇനി കൊന്ന വെച്ച് കണി ഒരുക്കാം. എല്ലാരും റെഡിയാണ്, ഞാൻ റെഡി ആയില്ല. ഐസ്ക്രീം വാങ്ങിച്ചു വാ. ഇത്രയും കൊന്നപ്പൂ കിട്ടി. ഇതിന്റെ വാ. ഇനി ഇത് കൂവളമാണ്, കൂവളത്തിന്റെ കായും കൂടെയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കൂവളത്തിന്റെ കായാണ് കണിയൊരുക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത്. ചവിട്ടല്ലേ, ഒറിജിനൽ കണിയല്ല ഇത്, ഫോട്ടോഷൂട്ടിനായിട്ടുള്ള കണി ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണത്. അപ്പൊ ഇത്ര കൂവളത്തിന്റെ കായും കൂടെ കിട്ടി. കേശുവാ നമുക്ക് കണി ഒരുക്കാവാ. ഇത് നിറഞ്ഞു, കണി നിറഞ്ഞു. പൂ ഇവിടെ വെച്ചാല് സെറ്റ്, നമ്മളെ കണി റെഡി. ഓക്കെ, കണി റെഡി ആയിട്ടുണ്ട്. കണിക്കൊന്ന് പൂ ഇവിടെ ഉണ്ട്. ഇനി ഞങ്ങൾക്കൊക്കെ ഒന്ന് റെഡി ആവണം, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫോട്ടോഗ്രാഫർമാരൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ രണ്ടെണ്ണം മുണ്ടെടുക്കുകയാണ്. മുണ്ടെടുത്ത് കഴിഞ്ഞാടേ അകത്താര കളി. അവന്മാരോട് വേണ്ട അവന്മാരോട് മുണ്ടെടുത്തോണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ റെഡിയായി. അപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ ഇതാ നമ്മുടെ ഫോട്ടോഗ്രാഫറൊക്കെ എത്തിയിട്ടുണ്ട്. അത് പിന്നെ വേറെ ആരും അല്ല, ഞങ്ങളുടെ ഒരു മാമന്റെ മോൻ തന്നെയാണ് ഫോട്ടോയൊക്കെ എടുക്കുന്നത്. ഞങ്ങളിവിടെ എല്ലാവരും സെറ്റായി. ഞങ്ങളുടെ ഫാമിലി ഫുള്ള് ഇതാ ബ്ലൂ ആൻഡ് വൈറ്റിലൊക്കെയാണ് ഇറങ്ങിയിരിക്കുന്നത്. നമ്മുടെ ഫോട്ടോഗ്രാഫർമാരൊക്കെ അപ്പോൾ ഇനി ഫോട്ടോ എടുത്താൽ മാത്രം മതി. അപ്പൊ കൃഷ്ണനെ വെച്ചിരുന്നപ്പോ കേശ് കൂടെ കൃഷ്ണനെ എടുത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അതാ ഞങ്ങൾക്ക് റെഡി ആയിട്ടുണ്ട് ഫോട്ടോഷൂട്ടിനായിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഫോട്ടോഷൂട്ടിനായിട്ട് പുതിയ കോസ്റ്റ്യൂംസ് ഒന്നും എടുത്തില്ല. ഇതിപ്പോൾ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞങ്ങളൊരു ഇൻസ്റ്റാ പേജ് വഴി ഓർഡർ ചെയ്തതായിരുന്നു. ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് വരുത്തിയ ഡ്രസ്സാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും സെറ്റായി. ഇനി ഓരോരുത്തരുടെ ആയിട്ട് ഫോട്ടോ എടുത്താൽ മാത്രം മതി. രാവിലെ 7 മണി തൊട്ട് 9 മണി വരെ എടുക്കാമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ എത്തിയപ്പോഴേക്കും നമ്മൾ റെഡി ആയപ്പോഴേക്കൊക്കെ 7:30 മണിയായി. അങ്ങനെ ഞങ്ങളിതാ ഫോട്ടോഷൂട്ട് എടുക്കാനായിട്ട് നമ്മുടെ ഈ വീട് തിരഞ്ഞെടുത്തതിൻ്റെ കാരണം മനസ്സിലായി കാണുമല്ലോ. ഒരു മലയാള തനിമയുള്ള ഒരു ഓടിട്ട വീട് ഇതാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ അതിനുള്ള സ്ഥല സൗകര്യങ്ങളും ഇല്ല. ഇതേപോലെ നമുക്കൊരു വൈബിലൊന്നും എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഇവിടെ വെച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കണി ഒരുക്കിയത് കണ്ടല്ലോ. അപ്പം നമുക്കിനി എന്തായിരുന്നാലും 2 ദിവസം കഴിയുമ്പോഴേക്ക് കണി ഒരുക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെ കണി ഒരുക്കിയാൽ പിന്നെ ആ കണി അന്നത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും കണി ഒരുക്കുമ്പോഴേക്ക് ഫ്രഷ് ആയിട്ടൊക്കെ ഒരുക്കണ്ടേ. അപ്പോൾ അന്നും ഇന്നും കൂടെ അതിനുള്ള സാധന സാമഗ്രികൾ വാങ്ങി വെറുതെ പൈസ കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്
ഇങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ കണി ഒരുക്കിയത്. അപ്പോൾ വിളിച്ചിരുന്നപ്പോഴേക്ക് അജി പറഞ്ഞ് എന്തൊക്കെയാണ് വേണമെന്ന് വെച്ചാൽ ചേച്ചി ഒരു കണി വേണം, പിന്നെ ഒരു കൃഷ്ണനും വേണം, കണിക്കൊന്നേ വേണം. ഇത്രയും സംഭവങ്ങൾ അവിടെ നിങ്ങൾ ഒരുക്കി വെച്ചിരുന്നാൽ മതി, ബാക്കിയെല്ലാം ഞങ്ങൾ ഏറ്റെന്നാണ്. അപ്പോൾ അമ്മ വാങ്ങിച്ചൊരു തണ്ണിമത്തനും വെള്ളരിയൊക്കെ ഉണ്ടായിരുന്നു, അത് വെച്ച് അതും ക്യാരറ്റും പിന്നെ ഫ്രിഡ്ജിൽ ഇരുന്ന ക്യാരറ്റ് തക്കാളി ആ സംഭവങ്ങൾ എല്ലാം കൂടെയൊക്കെ വെച്ചിട്ട് കണി എന്തായാലും കണ്ടപ്പോഴേക്കും അടിപൊളിയായി. പക്ഷേ കൃഷ്ണൻ ചെറുതായിപ്പോയി, നമ്മുടെ കയ്യിൽ വലിയ കൃഷ്ണനൊന്നും ഇല്ലല്ലോ. അങ്ങനെ കൃഷ്ണൻ ഒത്തിരി ചെറുതായിപ്പോയെന്ന് പറഞ്ഞ് എന്തായാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ല, ഉള്ളത് കൊണ്ട് വിഷു പോലെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും എല്ലാമൊക്കെ ഒരുക്കി സെറ്റായിട്ടുണ്ട്. അല്ല അല്ല, അത് അവർ പറയും, നമ്മൾ പറയും പോലെ അല്ല. കേശ വീട് അല്ല, അതങ്ങനെ കുഴപ്പമില്ല പറഞ്ഞു. അപ്പോൾ ആദ്യം ഞങ്ങളുടെ ഫാമിലി ഇരുന്നതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇതാ റെഡി ആയിട്ട് കേശുവിനെ ഇരുത്താനാണ് പാട്, ബാക്കിയൊന്നും പാടില്ല. നമ്മളൊക്കെ അങ്ങ് പിന്നെ കുഴപ്പമില്ലല്ലോ, അഭിനയിക്കാനായിട്ടൊക്കെ അങ്ങ് മികച്ച് നിന്നോളും. പക്ഷേ കേശുകൂട്ടനെ പിടിച്ചിരുത്തുന്നതാണ് ഏറ്റവും വലിയ ബാലികേറാ മലയെന്ന് പറയണത്. ഒരിടത്ത് പിടിച്ചിരുത്തുമ്പം ആ സൈഡ് വഴി അപ്പുറത്തോട്ട് പോകും. അപ്പോഴാണ് നമുക്ക് ഏറ്റവും ഒരു പണിയും കൂടെ കിട്ടിയത്. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോഴേക്ക് ആ വെയിൽ നേരെ മുഖത്തടിക്കാനും ആ ഭാഗത്ത് ഫുള്ള് വെയിലടിക്കാനായിട്ട് തുടങ്ങി. അപ്പം നമ്മൾ ഈ വെട്ടത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് അവർ രാവിലെ 7 മണി പറഞ്ഞത്. പിന്നെ അറിയാമല്ലോ, എല്ലാവരും ഒരുങ്ങിയൊക്കെ വരുമ്പോഴേക്ക് ഒരു സമയം 7 മണിയെന്ന് പറഞ്ഞത് 7:30 ആയിപ്പോയി. ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ നമ്മുടെ ഈ വീട്ടിൽ ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റിയ സമയം വൈകുന്നേരമാണെന്ന്. അപ്പോൾ പിന്നെ പോക്ക് വെയിലല്ലേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കുറേ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി ഒരുവിധം ഒക്കെ നോക്കിയിട്ട് എങ്ങനെയെങ്കിലും ഒരു ഫോട്ടോ എടുക്കാനായിട്ട് നോക്കി. അപ്പോൾ ഒറ്റ ടൈക്കിൽ അവർ ഒരു 10-12 ഫോട്ടോസ് അങ്ങ് എടുക്കുകയാണ്. പിന്നെ ഒന്നാമത്തെ ബുദ്ധിമുട്ട് വേറൊന്നുമല്ല, എല്ലാവർക്കും ഇങ്ങനെ ഇതേപോലെ ഇരിക്കാനായിട്ട് കുത്തിയിരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, തറയിലിരിക്കാനായിട്ട് ബുദ്ധിമുട്ട്. നമ്മളിങ്ങനെ ഇപ്പോൾ ഈ ഇരുത്തമൊന്നും ഇല്ലല്ലോ, കസേരയിൽ അല്ലെങ്കിൽ ഡൈനിങ് ടേബിള്. പണ്ടൊക്കെ നമുക്ക് ഓർമ്മയില്ല, നമ്മൾ ചോറ് കഴിക്കണതും എല്ലാം തറയിലിരുന്നുകൊണ്ടാണ്. ഇപ്പോഴാണെങ്കിൽ തറയിൽ ഈ ചമ്രം അടഞ്ഞിരുന്ന് ചോറ് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തറയിൽ അങ്ങനെ ഇരിക്കാറില്ല. ഇപ്പോൾ പിന്നെ വീണ്ടും ഒന്ന് തറയിലിരുന്നിട്ട് സോഫയിലൊക്കെ ചാരി ഇരുന്നിക്കണൊക്കെ ഉണ്ട്. പക്ഷേ ഇരുന്നാൽ എഴുന്നേക്കാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇതാ ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് തുടങ്ങി. അങ്ങനെ കുറച്ച് സമയമൊക്കെ അടങ്ങിയിരിക്കാനായിട്ട് കേശുവിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുറച്ച് സമയമൊക്കെ ഇരുന്നപ്പോഴേക്ക് കണ്ടില്ല അവിടെ നല്ല വെയിലായി. അങ്ങനെ ഞങ്ങളിതാ വീണ്ടും താഴോട്ടിറങ്ങി, താഴോട്ട് കണിയെല്ലാം എടുത്ത് താഴോട്ട് വെച്ച് കൃഷ്ണനെയൊക്കെ താഴോട്ട് വെച്ചിട്ട് ഇനി ഇവിടെ ഇരുന്നിട്ട് ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച്. നമ്മളിങ്ങനെ മാറുന്ന അനുസരിച്ച് സൂര്യൻ നമ്മളെ വിടണ പരിപാടിയില്ല. പുള്ളിക്കാരനും ഇങ്ങനെ ബാക്കിൽ നിന്നല്ല നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീടിൻ്റെ ദർശനം കിഴക്കോട്ടാണ്. അപ്പോൾ അറിയാമല്ലോ, ഉദിച്ച് വരണ സൂര്യൻ തന്നെ ഇങ്ങനെ ഉദയസൂര്യൻ്റെ കിരണങ്ങളിങ്ങനെ ഏറ്റേറ്റാണ് ഞങ്ങളുടെ ഫോട്ടോഷൂട്ട്. അങ്ങനെ ഒരുവിധം അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഫാമിലി ഇതാ ഫോട്ടോഷൂട്ടിന് റെഡിയായി. ഇത് കണി ഒരുക്കുന്ന പോലെ അങ്ങ് ഇരുന്നാൽ കണി താക്കോല് മൊബൈലെല്ലാം മാറ്റിക്കോ. അവിടെ കുറച്ചാട് പിള്ളേരൊക്കെ പെട്ടെന്ന് അങ്ങ് മുട്ടുമടക്കി ഇരുന്നോളും. ബാക്കിയുള്ളവരെ കാര്യം കണ്ടില്ല. അയ്യോ, എങ്ങനെയെങ്കിലുമൊക്കെയാണ് തറയിലിരിക്കണത്. ഇരുന്നാൽ പിന്നെ ഫോട്ടോഷൂട്ട് കഴിയണത് ഒരു ആയിരിപ്പിരിക്കേണ്ടി വരും. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പറഞ്ഞ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണല്ലേ. നമ്മളൊക്കെ പണ്ടൊക്കെ എന്ത് ചെയ്യുന്നറിയാമോ, ഞങ്ങളിങ്ങനെ പെട്ടെന്ന് ഇരിക്കുകയും ചാടി എഴുന്നേക്കൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഇങ്ങനെ അമ്മയൊക്കെ തറയിലിരുന്നിട്ട് അയ്യോ എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ ഊന്നി ഇങ്ങനെ എഴുന്നേക്കിട്ട് കാണുമ്പോഴേക്കും എനിക്കാണെങ്കിൽ ദേഷ്യം വരും. നമ്മൾ പറയും എന്തോ നമ്മൾ കാണിക്കണത്. അന്നൊക്കെ അമ്മ വെറുതെ കാണിക്കണം, ചുമ്മാ കാണിക്കണം എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കണത്. പക്ഷെ നമുക്കും ഇങ്ങനെ ഒരു സമയം വരുമെന്ന് അന്ന് ചിന്തിക്കണില്ലല്ലോ. ഇപ്പോൾ അമ്മയൊക്കെ എനിക്ക് തോന്നുന്നത് ഏകദേശം അവരൊരു 40-45 വയസ്സിലൊക്കെ ആണെന്ന് തോന്നുന്നത് തറയിരുന്നിട്ട് എഴുന്നേക്കാനായിട്ടൊക്കെ പാടുപെട്ടത്. നമ്മുടെ കാര്യത്തിൽ ഇപ്പോഴേ എല്ലാം പോക്കേണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ അവിടെ ആ ഫോട്ടോഷൂട്ട് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ പിന്നെ നല്ല വെയിലായി. വെയിലിങ്ങനെ മുഖത്ത് തന്നെ അടിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് ഈ ഒരു ഭാഗം നമ്മുടെ അടുക്കള സൈഡൊക്കെ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട്
അവിടെ വെച്ച് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ അടുത്ത് അച്ഛനും അമ്മയും ഇരിക്കുകയാണ് ഫോട്ടോഷൂട്ട് എടുക്കാനായിട്ട്. അച്ഛനെയൊക്കെ പിടിച്ചു കെട്ടിയാണ് കൊണ്ടുവരുത്തിയിരിക്കുന്നത്. ഇന്നലെ തൊട്ട് 2 ദിവസം മുന്നേ തൊട്ട് അച്ഛനോട് പറയാനുണ്ട്, അച്ഛാ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വരും, നിങ്ങളെ ഫോട്ടോയും കൂടെ എടുക്കണം. അപ്പോൾ അമ്മയ്ക്ക് കുഴപ്പമില്ല, അമ്മയ്ക്ക് താല്പര്യമൊക്കെ ഉണ്ട്. അച്ഛനാണ് പിടികിട്ടാ പുള്ളി, ഒരു തരത്തിൽ നിൽക്കില്ല. അങ്ങനെ പിന്നെ തലേദിവസം ഞാൻ അത് പറ്റൂല എന്നൊക്കെ അങ്ങനെ ദേഷ്യപ്പെട്ടൊക്കെ പറഞ്ഞ അമ്മ ഇതെന്തോന്ന് അച്ഛൻ കാണിക്കുന്നത്, ഒരു ഫോട്ടോ നമ്മൾ ആഗ്രഹമല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ആള് അങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ നിന്നത്. എന്നിട്ടും രാവിലെ എവിടെയെങ്കിലും മുങ്ങുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ ഇല്ല, രണ്ടുപേരും വന്നിരിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാനായിട്ട്. പിന്നെ അവരുടെ ഫോട്ടോ എടുത്ത് കേശുവായിട്ടുള്ള ഫോട്ടോ എടുത്ത് അത് കഴിഞ്ഞപ്പോഴേക്ക് ഇതാ കണ്ടില്ലേ, ചേച്ചിയൊക്കെ ഇരിക്കാൻ പെടുന്ന പാട് കണ്ടില്ലേ, അടുത്ത് ഇവരുടെ ഫോട്ടോഷൂട്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ, അത് ചിലപ്പോൾ ക്ലാരിറ്റി കുറയും, മുഖത്ത് വെയിലടിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് സ്ഥാനം മാറിയത്. വീഡിയോ പിടിക്കുന്നു. സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്ഷമയുള്ളത് ഈ ഫോട്ടോഗ്രാഫർമാർക്കാണെന്നാണ് തോന്നുന്നത്. എന്ത് ക്ഷമയോടുകൂടെയാണ് അവർ നിൽക്കുന്നത്. ഞങ്ങളടുത്ത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കാൻ പറഞ്ഞ് ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് തിരിയും. അതായിരുന്നു ഞങ്ങളുടെയൊക്കെ അവസ്ഥ. ഓരോ പോസൊക്കെ അവർ പറഞ്ഞു തരും, ഇങ്ങനെയാണ് ഓരോ ഫോട്ടോ നമ്മളെ കാണിച്ചു തരും, ഇതേ രീതിയിലാണ് എടുക്കാൻ പോണത്. അതൊക്കെ കണ്ടാലും അവർ പറഞ്ഞിട്ട് നമ്മൾ എടുക്കുമ്പോഴേക്കും നമുക്ക് തോന്നും പോലെയൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. അങ്ങനെ ഒരു ഏകദേശം നമ്മളിതാ ഇത്ര ഫോട്ടോ എടുത്തതിൽ 934ഓളം ഫോട്ടോകളുണ്ടായിരുന്നു. ആ ഫോട്ടോസ് ഫുള്ള് അവൻ നമുക്ക് അയച്ചു തന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത്. അയ്യോ, അതൊരു നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരുന്നു. കാരണം ഒരു പ്രാവശ്യം തന്നെ അവരിങ്ങനെ ക്ലിക്ക് ചെയ്ത് ഒരുപാട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ഫാമിലി ഫോട്ടോ ഒരുവിധം എടുത്ത് അത് കഴിഞ്ഞിട്ട് കേശുവായിട്ടുള്ളൊരു ഫോട്ടോ എടുത്ത് കേശുക്കുട്ടനെ പിടിച്ചിരുത്തുന്ന കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയ്യോ ചില സമയങ്ങളിൽ അവ അങ്ങ് ഇരുന്ന് തരും. ചിരിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കോമാളി ചിരിച്ചിരിക്കും, അല്ലെങ്കിൽ മുഖം വീർപ്പിച്ച് വെച്ചിരിക്കും. അങ്ങനെ എങ്ങനെയെങ്കിലും അതും കഴിഞ്ഞ് അടുത്തതായി ഇവരുടെ ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ ചേച്ചിക്കൊരു വിഷമമുണ്ട്, ചേട്ടൻ നാട്ടിലില്ല. മിക്കവാറും ഇതുപോലുള്ള എന്ത് കാര്യങ്ങൾക്കായിരുന്നാലും ചേട്ടനെ കിട്ടൂല, ചേട്ടൻ ഗൾഫിലെ. ഗൾഫുകാരുടെ പ്രവാസികളുടെ ജീവിതം അങ്ങനെയാണല്ലോ. അങ്ങനെ അവരമ്മയും മോനും മാത്രമേ ഉള്ളൂ ഫോട്ടോ എടുക്കാനായിട്ട്. കണിയിലോട്ട് കണി ഒരുക്ക്. കേശു അങ്ങ് പോവല്ലേ. പിന്നെ ഞങ്ങളുടെ മൂന്നാളുടെയും അവിടെ വെച്ചെടുത്തത് കുറച്ച് വെയിലൊക്കെ അടിച്ചിട്ട് ചിലപ്പോൾ എന്തെങ്കിലും പറ്റുമോയെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വെച്ച് വീണ്ടും എടുക്കുന്നുണ്ട്. പിന്നെ അമ്മയുടെ ഒരു ഫോട്ടോ എടുത്തില്ല. അമ്മയ്ക്ക് ഈ പറയും പോലെ തറയിലിരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മ പിന്നെ നമ്മുടെ അടുക്കളയിലൊക്കെ അമ്മ തറയിലിരുന്നോളും, അതിങ്ങനെ തറയിലൊക്കെ പിടിച്ച് അമ്മയ്ക്ക് ആ ഒരു വശം കണക്കാക്കിയാണ് ഇരിക്കുന്നത്. ഇവിടെ ഒത്തിരി പാടുപെട്ട അമ്മ ഇരിക്കാനായിട്ട്. എന്നാലും അമ്മ ഇരുന്നിട്ടുണ്ട്, എടുത്ത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മൂന്നാളുടെയും ഫോട്ടോഷൂട്ടാണ്. പിന്നെ അത് കഴിഞ്ഞതാ ഞങ്ങളുടെ 3 പേരുടെയും ഫോട്ടോഷൂട്ടായിരുന്നു. അപ്പോൾ ഈ വിഷുവിൻ്റെ ഫോട്ടോഷൂട്ടെന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾ ആദ്യം പറഞ്ഞത് എല്ലാവരും നേരെ സാരി ഉടുത്ത് മലയാളി മംഗളായിട്ട് നിൽക്കണമെന്ന്. പക്ഷേ സമയമായപ്പോഴേക്ക് രമ്യ ചേച്ചി മാത്രമായി നേരിയത് സാരി. ഞങ്ങൾ മാറി, ഞാനും ചേച്ചി വേറെ സാരികളാണ് എടുത്തത്. അപ്പോൾ എന്തായാലും ഫോട്ടോഷൂട്ടൊക്കെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ടൊക്കെ പോയി. അടുത്തതാ എവരെ വെച്ചെടുക്കാനായിരുന്നു ഏറ്റവും പാട്. എവരെ വെച്ചെടുക്കാനെന്ന് വെച്ചാൽ കേശു നിൽക്കില്ല. കേശു കളി തുടങ്ങി. ഫോട്ടോ എടുക്കാൻ വന്നവരുമായിട്ട് അവന്മാരുമായിട്ട് അങ്ങ് ഭയങ്കര കമ്പനിയായി കേശു. അത് കഴിഞ്ഞാൽ പിന്നെ ആര് പറഞ്ഞാലും അനുസരിക്കില്ല. അവരുടെ കൂടെ അവരുടെ ക്യാമറ വേണം, അവരുടെ ആ ലൈറ്റ്സ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു രക്ഷയുമില്ലായിരുന്നു. ആദ്യം അവർ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കണ്ടപ്പോഴേക്ക്. അതുകൊണ്ട് മാത്രം കുറച്ച് സമയം ഉണ്ടാതിരുന്നു. ഇപ്പൊ വീണ്ടും വേണ്ട മാവൻ പോണ്ട. അതിന് ശരി, അവിടെ നില്ലേ നോക്കിയാണ് ഉടുപ്പിലായല്ലേ. ആ ചേട്ടൻ തന്നെ വിളി കേട്ടത്.
കേശു ഇങ്ങ് മാറോടന്ന്. പിന്നെ അതൊക്കെ ഒരുവിധം കഴിഞ്ഞപ്പോഴേക്കും ഓരോരുത്തരുടെ ഫോട്ടോസ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ നന്ദുവിൻ്റെ ഫോട്ടോ എടുക്കുകയാണ്. പിന്നെ എനിക്ക് ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. നമ്മൾ ഈ ക്യാമറയിൽ ഫോട്ടോസിലും അതുപോലെ തന്നെ വീഡിയോസിലൊക്കെ കാണുമ്പോഴേക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണിക്കൊന്ന കയ്യിൽ വെച്ചിട്ടൊക്കെയാണ് നന്ദു വീഡിയോ എടുക്കുന്നത്. ഇനിയിപ്പോൾ ഒരു ഷോട്ടിൽ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കണിക്കൊന്ന ഇങ്ങനെ സൈഡിൽ നിന്ന് ഒരാളിങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് അതിൽ പിടിച്ചുകൊണ്ട് നിന്നൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോ എടുത്ത് പകുതി ആയപ്പോഴേക്ക് കണിക്കൊന്ന പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകാനായിട്ട് തുടങ്ങി. ഓരോരുത്തരുടെ കൈമാറി പോവുകയില്ലേ, അതുപോലെ അതിനിടയ്ക്ക് കേശു എടുത്തൊന്ന് അടിച്ചൊക്കെ കൊഴിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവൻ കയറിയിട്ട് കണിക്കൊന്ന പൂ എടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ വീട്ടിൽ ഇഷ്ടം പോലെ കണിക്കൊന്ന പൂത്ത് കിടക്കുകയാണ്. അതിനെ എടുക്കാനായിട്ട് മാത്രം പറ്റില്ലെന്നേ ഉള്ളൂ. ആ മരം നിറച്ച് കൊന്നപ്പൂവുണ്ട്. ഇങ്ങനെ മതിലിൻ്റെ മണ്ടയിലൊക്കെ കയറി നിന്നാൽ മാത്രമേ എടുക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മളെ കൊന്നപ്പൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ തുമ്പത്തായിട്ട് ചെറിയ മൊട്ടിങ്ങനെ വിരിയാതെ നിൽക്കണതില്ലേ, ആ മൊത്തത്തിലുണ്ടായിരുന്നല്ലേ ആ കണിക്കൊന്നയ്ക്ക് ഒരു ഭംഗിയുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലിരുന്ന കണിക്കൊന്നയൊക്കെ ഒടിഞ്ഞൊടിച്ചിട്ട് അതിൻ്റെ പകുതി ഭാഗങ്ങളൊക്കെ പോയി. അപ്പോൾ ഇതുപോലെ കണിക്കൊന്ന വേണമെന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും പോയി എടുത്തത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇതാണ്, ഇങ്ങനെ ഒരാൾ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ഇതേപോലെ ആ ഒരു കണിക്കൊന്നയെ പൂവിലൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്ന് ഫോട്ടോ എടുക്കണം. അതെനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് ആ ഒരു ട്രിക്ക് പിടികിട്ടിയത്. അപ്പോൾ ഇനി നമുക്ക് റീൽസിനായിരുന്നാലും ഫോട്ടോസിനായിരുന്നാലും ഒക്കെ ഇങ്ങനെ എടുത്താൽ മതിയല്ലോ. ഞങ്ങളാണെങ്കിൽ വിചാരിച്ചത് ആ കണിക്കൊന്ന ചെടിയുടെ അല്ലെങ്കിൽ ആ മരത്തിൻ്റെ മൂട്ടിൽ ചെന്ന് ഒരു കണിക്കൊന്നയിൽ പിടിച്ച് നിന്നാണ് ഫോട്ടോ എടുക്കണമെന്ന്. ഇവരുടെ കയ്യിലൊക്കെ ഭയങ്കര ട്രിക്കുകളല്ലേ. നമുക്കതൊക്കെ ഓരോന്നായിട്ട് നമ്മൾ പഠിച്ച് വരണതല്ലേ ഉള്ളൂ. ഇനി നമുക്ക് ഒരെണ്ണം മനസ്സിലായാൽ മതി, പിന്നെ നമ്മൾ അത് വെച്ച് കഴിഞ്ഞ് റെഡിയാക്കിക്കോളും. അപ്പോൾ ഞങ്ങളുടെ വീണ്ടും ഫോട്ടോ എടുക്കാനായിട്ട് നമ്മളിതാ വന്നതാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഇത്രയും നേരം ഇരുന്നല്ലേ ഫോട്ടോ എടുത്തത്. അപ്പോൾ ഇനി 3 ആളും കൂടെ നിന്നിട്ട് ഫോട്ടോസ് എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വന്ന് നിന്നപ്പോഴേക്ക് കേശുവിൻ്റെ മൂടൊക്കെ പോയി. കേശുവിന് മതിയായി ഫോട്ടോസ് എടുത്ത്. പിന്നെ പിള്ളേരുടെ കാര്യം അറിയാമല്ലോ, അവർ കുറച്ചൊക്കെ ഇങ്ങനെ നമ്മളുമായിട്ട് കോപ്പറേറ്റ് ചെയ്തൊക്കെ നിൽക്കും. പിന്നെ ഒരുപാടായാലും അവർക്ക് ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ പിന്നെ ഒരു വിധമൊക്കെ ചിരിച്ച് ഓരോന്ന് വാങ്ങിത്തരാം, ഐസ്ക്രീം വാങ്ങിച്ചു തരാം, ലേസ് വാങ്ങിച്ചു തരാം, അങ്ങനെ ഇങ്ങനെ ഓരോ മോഹന വാഗ്ദാനങ്ങളൊക്കെ കേശുവിന് കൊടുത്തിട്ടാണ് കേശു അവസാനം കുറച്ചെങ്കിലും നിന്ന് വന്നത്. പക്ഷേ ഞങ്ങൾ ഇരുന്നെടുത്തതിനേക്കാളും ഈ ഫോട്ടോസ്, ഇങ്ങനെ എടുത്ത ഫോട്ടോസാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. ഇനി അത് ചെയ്ത് വരുമ്പോഴറിയാം എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അങ്ങനെ ചേട്ടൻ്റെ സിംഗിൾ ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ എനിക്കും വേണ്ടേ സിംഗിൾ ഫോട്ടോസ്. എനിക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഇടണ്ടേ. അപ്പോൾ എൻ്റെ 1-2 സിംഗിൾ പിക്കും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതും കൂടെയൊക്കെ ആകുമ്പോഴേക്കും ഇനി കേശുവിൻ്റെ സിംഗിളായിട്ടുള്ളത് ഒരെണ്ണം പോലെ എടുക്കാനായിട്ട് പറ്റിയില്ല. ആൾ ഭയങ്കര കളിയും കാര്യമായിട്ടൊക്കെ ഓടിച്ചാടി നടക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഇനി എല്ലാവരുടെ ഫോട്ടോസും എടുത്ത് കഴിഞ്ഞതിന് ശേഷം കേശുവിനെ മാത്രം നിർത്തി എടുക്കാമെന്ന് വിചാരിച്ച്. അതാകുമ്പോൾ കേശു പിന്നെ നിന്നോളും. അങ്ങനെ എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങ് മാറുമല്ലോ. അപ്പോൾ പിന്നെ അവരുടെ അടുത്ത് കമ്പനിയും കൂടെ അടിച്ചതുകൊണ്ട് ആ രീതിയിൽ എന്തെങ്കിലും ഫോട്ടോസ് എടുക്കാമെന്ന് ഞാനിങ്ങനെ എൻ്റെ ഫോട്ടോസ് എടുക്കണമെങ്കിലും ഞാൻ അതിങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ അമ്മയുടെയും മോൻ്റെ ഇരുന്നുകൊണ്ടുള്ള ഒരെണ്ണം എടുത്തോളൂ. അപ്പോൾ ഇതേപോലെ നിന്നുകൊണ്ടുള്ള ഒരു ഫോട്ടോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവരങ്ങനെ അവിടെ നിൽക്കുകയാണ് ഫോട്ടോ എടുക്കാനായിട്ട്. ഇനി ഇവിടെ ചേച്ചി താടി കുറച്ച് ഈ കണിക്കൊന്ന തിരിച്ചുവിടി മറ്റേ കഴിഞ്ഞ താഴെ അങ്ങനെ ചിരിയാണേ ചിരി നാക്ക് കടിച്ചല്ലാതെ നിൽക്കൂല. ഈ കണിക്കൊന്നയിൽ പിള്ളേരിങ്ങനെ എത്തിപ്പിടിക്കുന്ന ഫോട്ടോസ് 1-2 കണ്ടിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ അജിയോട് പറഞ്ഞു എനിക്ക് അതുപോലത്തെ ഒരു ഫോട്ടോ മോൻ്റെ എടുത്ത് തരാനായിട്ട്. അപ്പോൾ അതാകുമ്പോഴേക്കും അവനങ്ങ് ചെയ്തോളും. ഇതൊക്കെ ചാടി പിടിക്കാനും കുരുത്തക്കേടൊക്കെ ആൾക്ക് ഇഷ്ടമാണല്ലോ.
അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ഒരു റീൽസ് ഒക്കെ എടുത്തതിന് ശേഷമാണ് കോസ്റ്റ്യൂമൊക്കെ അഴിച്ചു വെച്ചത്. അപ്പോഴേക്ക് ഇതാ വീട്ടിൽ ഒരുപാട് അശോകപ്പൂവ് ഇങ്ങനെ അശോക തെറ്റി പൂത്ത് നിൽക്കുന്നത് കണ്ട് അങ്ങനെ ദിവ്യ ചേച്ചി പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, അശോക തെറ്റിയും കൂടെ എടുത്തുകൊണ്ട് പോയിട്ട് നമുക്കതിനെ കുറുക്കാമെന്ന് പറഞ്ഞു. കുറുക്കി കഴിച്ചാൽ ഭയങ്കര ഗുണമാണല്ലോ, പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾക്കാണ് അശോകപ്പൂ കൊണ്ടുള്ള ഗുണങ്ങൾ കൂടുതൽ. പിള്ളേരെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയപ്പോൾ തന്നെ അവർക്കൊരു സമാധാനമായി. പിന്നെ എല്ലാവരും ഇവിടെ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ വന്നാൽ മാത്രമേ അവർക്ക് ഇങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് നിന്ന് കളിക്കാനുള്ള സ്പേസ് ഉള്ളൂ. അതവർ മാക്സിമം ഉപയോഗപ്പെടുത്തും. അങ്ങനെ കുറേ സമയം അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഇനി അശോകപ്പൂവ് ഞങ്ങൾ കുറേ അശോകപ്പൂവൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത്ര മതിയല്ലേ? മതി. അപ്പം അശോകപ്പൂ എടുത്ത് പിന്നെ അതാ ശർക്കര ഇത് ഉരുക്കി എടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി പച്ചരി. ഇത് നമുക്ക് പച്ചരിയും പൂവും കൂടെ മിക്സിയിലിട്ട് അരയ്ക്കും. പച്ചരി പൂവും കൂടെ മിക്സിയിലിട്ട് അരച്ച് ഈ വെള്ളവും കൂടെ ഒഴിച്ചരയ്ക്കും. വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ഒഴിച്ച് അരച്ചിട്ടാണ് കുറുക്കി എടുക്കുന്നത്. അരച്ചെടുത്തിട്ട് ശർക്കര പാനിയിൽ കുറുക്കും, നെയ്യ് ഒഴിച്ച്. പെണ്ണുങ്ങൾക്കാണ് ഇത് നല്ലത്. ഈ അശോകാരിഷ്ടമൊക്കെ പ്രസവിച്ച് കിടക്കുന്നവർക്കൊക്കെ അശോകാരിഷ്ടം. പിന്നെ ഈ പീരീഡ്സ് ഒക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ ആണ് ഈ അശോകാരിഷ്ടവും ഈ അശോക പൂവൊക്കെ നല്ലത്. പിന്നെ നമുക്ക് ഈ പീരീഡ്സ് ആവാതെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴും വയറുവേദന അതിന് കരിപ്പൊട്ടിയിലാണ്. അത് കരിപ്പെട്ടിയിലാണ്. നമ്മളിപ്പോ ശർക്കര നമ്മൾ വെറുതെ കഴിക്കാൻ എല്ലാവർക്കും ശർക്കരയാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് നമ്മള് ശർക്കര ഉള്ളതുകൊണ്ട് ശർക്കര എടുത്ത് ശർക്കര ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാറ്റി കുത്തണ്ടേ. ഇനി പച്ചരിയും പൂവും അതുപോലെ തന്നെ തേങ്ങാപ്പാലും ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മുടെ ശർക്കര അവിടെ പാണി ഇരിക്കുന്നതേ ഉള്ളൂ. അതിന് മുമ്പ് ഇതെല്ലാം കൂടെ ഒന്ന് വെണ്ണ പോലെ അരച്ചെടുക്കണം. പിന്നെ സീതാദേവി അശോക മരത്തിന്റെ ചോട്ടിലാണ് അവിടെ ഇരുന്നതെന്നല്ലേ പറയണത്. അപ്പൊ അതുകൊണ്ടാണ് അന്ന് മുതലാണ് ഈ അശോകത്തിന് ഇത്രയും പ്രാധാന്യം വന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. രാവണ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് അശോക മര ചോട്ടിലായിരുന്നല്ലേ സീതാദേവി ഇരിക്കണത്. അപ്പം അശോകം എന്ന് പറഞ്ഞാലും ആ ശോകം എന്നല്ലേ, ദുഃഖം മാറ്റുമെന്നാണ്. അപ്പം സ്ത്രീ രോഗങ്ങളും സ്ത്രീകളുടെ എല്ലാ വിഷമങ്ങളും മാറ്റണ ഒരു സംഭവമാണ് അശോകപ്പൂ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തായാലും നമ്മളിപ്പോ കുറുക്കി എടുത്തിട്ട് ഇപ്പൊ നമ്മള് മാത്രമല്ല അവന്മാരും ഉണ്ട് കുടിക്കാനായിട്ട്. കുറച്ചൊഴിച്ച് അരച്ചെടുക്കാം. നമ്മുടെ അശോകപ്പൂവും പച്ചരി കുതിർത്തതും പിന്നെ തേങ്ങാപ്പാലും കൂടെ അരച്ച് അരിയും എല്ലാം കൂടെ വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മുടെ ശർക്കര കുറുക്കിയതും. ഞാൻ പറഞ്ഞില്ലേ, ശർക്കര വേണമെങ്കിൽ ശർക്കര, കരിപ്പെട്ടിയാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പൊ നമുക്കിപ്പോ ശർക്കര മതി എന്ന് വെച്ചിട്ടാണ് നമ്മൾ ശർക്കര വാങ്ങിച്ചത്. അപ്പൊ ഇത്രയും സംഭവം റെഡി ആക്കിയിട്ടുണ്ട്. ഇതാ അവിടെ ചട്ടിയൊക്കെ ചൂടായി. അപ്പൊ നമ്മളെ ചീനിച്ചട്ടിയൊക്കെ ചൂടായിട്ട് നെയ്യിലാണ് ഇത് കുറുക്കി എടുക്കുന്നത് അല്ലേ? നെയ്യിലാണ് കുറുക്കി എടുക്കുന്നത്. അനന്ത് കഴിക്കൂല, ഞാനും കുടിക്കുന്നു. ഇവിടെ ഇവർക്കൊക്കെ ഇഷ്ടമാണ്, എനിക്ക് ഒത്തിരി പാടാണ്. കട്ടിയായിട്ടാണ് എടുക്കുന്നത്, അലുവ പോലെ കുറുക്കി എടുക്കുന്നത്. പക്ഷെ നല്ലതാണ്, കഴിച്ചാൽ വയറിനൊക്കെ സൂപ്പറാണ്. കേശോ നെയ്യ് ചൂടാവണം അല്ലെ? നെയ്യ് ചൂടായിട്ട് നമ്മൾ ആ കൂട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കേശോ എന്തോന്ന് കേശോ? അപ്പൊ അത് ഒഴിച്ചുടനെ കുറുവി തുടങ്ങി. അപ്പൊ തീ നല്ല ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടാണ് ഇത് ചെയ്യണത്. ഇതൊക്കെ നമ്മൾ പീരീഡ് സമയത്തൊക്കെ കുടിച്ചാൽ കുറച്ചുകൂടെ നല്ലതാണ്. ബാക്കി ഉണ്ടായിരുന്ന തേങ്ങാപ്പാലാണ്, അതും കൂടെ അങ്ങ് ഒഴിച്ചു. ഇനി ശർക്കര ഒഴിക്കുമ്പോ കളർ മാറും അല്ലേ? ശർക്കര ഒഴിക്കുമ്പോ തേങ്ങാപ്പാലിൽ ഇത്തിരി കിടന്നൊന്നു. ഇതൊക്കെ പണ്ടത്തെ നാട്ടുവൈദ്യമൊക്കെയാണ്, മുത്തശ്ശി വൈദ്യം. കരിപ്പെട്ടി ഇവിടെ അങ്ങനെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. കരിപ്പെട്ടിക്കുള്ള ശർക്കര, കരിപ്പെട്ടിയല്ല ശർക്കര റെഡി ആയിട്ടുണ്ട്. അപ്പൊ അത് കുറുവി വന്നിട്ടുണ്ട്. ഇനി നമ്മളെ ശർക്കര അരിച്ച് വെച്ചിരിക്കുകയാണ്. ശർക്കര കുറുക്കി അരിച്ച് വെച്ചിരിക്കുകയാണ്. അതിനെയും കൂടെ ഒഴിച്ചു കൊടുക്കണം. ചൂടെടുത്തിട്ടാണെങ്കിൽ നിൽക്കാൻ വയ്യ, ഭയങ്കര ചൂട്. അത്ര വേണ്ട ചേച്ചി? വേണം. ഭയങ്കര ചൂട്. ഇതിൽ വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം അല്ലേ? നല്ല സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ കിടന്ന്. ഇനി ഇതിനെ ഇങ്ങനെ കുറുക്കി എടുക്കണം. നല്ല കണ്ടില്ലേ? ഇനി ആ ചട്ടിന്ന് വിട്ട് വരണ പരുവാണോ അല്ലേ? ചട്ടിന്ന് വിട്ട് വരണ പരുവാണെങ്കിൽ കുറച്ച് ലൂസാക്കി എടുക്കാം. പക്ഷെ
നല്ല അലുവ കഷ്ണം പോലെ ഇരിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ നമുക്ക് നെയ്യൊക്കെ കുറവാണ്, നമ്മൾ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ വെച്ചത്. അതിൽ നിന്ന് വിട്ട് വരണ ആ ഒരു പരുവം കണ്ടില്ലേ, ആ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് എടുക്കാം. ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട് സംഭവം. കുളിക്കാൻ റെഡി ആയിട്ട് തോർത്തൊക്കെ എടുത്ത് നിൽക്കണം അല്ലേ കേശു? അതെന്താ കേശു ഷാളാടാ? അവിടെ എന്തിനാ അവിടെ ഇരുന്ന? ഓ കാത്തിരിക്കണ കേശു, കാത്തിരിക്കണം അവന്റെ അപ്പേന. ഇങ്ങനെയാണ് കാത്തിരിക്കണം അല്ലേ കേശു? നമ്മുടെ കുറുക്ക് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം. ഇതിനി കുറച്ചും കൂടെ തണുക്കുമ്പോ നല്ല അലുവ കഷ്ണം പോലെ ഇരിക്കും. ഇത്രയും ഗുണമുള്ള ഒരു സംഭവം വേറെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കാണ് ഈ അശോകപ്പൂ, പച്ചരി എല്ലാം കൂടെ കുറുക്കിയത്. ഇതാ ഇനി കുറച്ച് നെയ്യ് അതിലൊഴിച്ച് ഒരു പാത്രത്തിൽ നെയ്യ് ഇതേപോലെ ഒഴിച്ചിട്ട് ഒന്ന് തടവി എടുക്കാം. ക്യാഷ് എന്തോന്ന് ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പൊ നമ്മള് എന്തെന്ന് പറയാ, അശോക കുറുക്ക് എന്ന് പറയില്ല, അശോകപ്പൂ കുറുക്കി ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു ഭംഗിക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അശോകപ്പൂ മണ്ടയ്ക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ ചാണകം ഒഴിവ് വെച്ചിട്ട് അതിലിങ്ങനെ ഗണപതി വെക്കുമല്ലോ, അതുപോലെയാണ് കാണുമ്പോ തോന്നുന്നത്. ചാണകത്തിന്റെ കളറിലിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ എന്തെന്ന് പറയാ, ഇത് അശോക കുറുക്ക് ഇപ്പൊ അലുവ കൃഷ്ണ പോലെ ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലതാണ്, ഭയങ്കര സോഫ്റ്റ് ആണിത്, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ്. നല്ല രുചിയുണ്ട്. കുറച്ചും കൂടി ശർക്കര ഇട്ടാൽ കുറച്ചുകൂടെ മധുരം വരും. ഇതിപ്പോ നമുക്ക് ശർക്കരയൊക്കെ നല്ല കണക്കിനേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.